ബലൂചിസ്ഥാൻ, പാകിസ്ഥാൻ ഒരുപാട് കണ്ണുവയ്ക്കുന്ന ഒരു സ്ഥലമാണ് ബലൂചിസ്ഥാൻ. പക്ഷെ ബലൂചിസ്ഥാനെ സഹായിക്കാൻ ഇന്ത്യൻ ആർമി പിന്നിലുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ കുറേ കാലങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവർക്ക് ആർമി വലുതാവുന്നു, വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ബലൂചിസ്ഥാൻ ആർമിയിൽ സംഭവിക്കുന്നു. പാകിസ്ഥാനെ വരെ നേരിടാനുള്ള കരുത്ത് ബലൂചിസ്ഥാൻ കിട്ടുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇന്ത്യ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അതായത് ബലൂചിസ്ഥാൻ്റെ പ്രശ്നം തുടങ്ങുന്നത് 1970-കളിലാണ്. അതായത് പാകിസ്ഥാൻ നമ്മുടെ ഇന്ത്യയുമായിട്ട് പ്രശ്നമുണ്ടാകുന്നു, ബംഗ്ലാദേശ് സ്വതന്ത്രമാകുന്നു. ബംഗ്ലാദേശ് സ്വതന്ത്രമായതോടുകൂടി ഈ ബലൂചിസ്ഥാൻ മേഖലയിലുള്ള പാകിസ്ഥാൻ്റെ ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറൻ വശത്തുള്ള ഒരു പ്രൊവിൻസാണ് ഈ ബലൂചിസ്ഥാൻ. 3 രാജ്യങ്ങളിലായിട്ടാണ് ശരിക്കും ബലൂചിസ്ഥാൻ വ്യാപിച്ചു കിടക്കുന്നത്. പാകിസ്ഥാൻ, ഇറാൻ, പിന്നെ അഫ്ഗാനിസ്ഥാൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെയാണ്. പക്ഷേ ഇതിൽ ഇറാനും ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലെ ഒന്നും മേഖലകളിലൊന്നും ഇത്തരത്തിലൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ പാകിസ്ഥാൻ മേഖലയിലുണ്ട്. കാരണം ഈ പ്രദേശത്ത് വലിയ ധാതു നിക്ഷേപങ്ങളുണ്ട്, ധാതുക്കളുണ്ട്. അത് ഖനനം ചെയ്യാനായിട്ട് പാകിസ്ഥാന് വലിയ മോഹമുണ്ട്. അത് ഖനനം ചെയ്തു. പക്ഷേ അവിടുന്ന് ഖനനം ചെയ്യുന്നുണ്ട്, ഓൾറെഡി ഖനനം നടക്കുന്നുണ്ട്. ആ ഖനനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് അവിടുത്തെ ജനങ്ങൾ മാറുന്നില്ല, അവിടെ വികസനം വരുന്നില്ല, അവരെ ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ചൈനയുടെ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതായത് ഈ റോഡുകൾ, റെയിൽ സംവിധാനങ്ങളൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അവിടുത്തെ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലല്ല. അവർക്ക് വികസനം ഉണ്ടാകുന്നില്ല, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാകുന്നില്ല, അവരുടെ ജീവിത നിലവാരം ഉയരുന്നില്ല, കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ജനത സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ഞങ്ങളെന്തിനും ഇങ്ങനെ ഒരു രാജ്യത്തിലൂടെ നിൽക്കണം, അപ്പോൾ ഞങ്ങൾ സ്വതന്ത്രമാവാം എന്ന് വിചാരിക്കുന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഉണ്ടാകുന്നു. അവർ നിരന്തരമായി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു. പാകിസ്ഥാനിൽ നടക്കുന്ന തീവ്രവാദങ്ങളെ പോലും അവർ അപലപിക്കാറുണ്ട്. കാരണം അവർക്ക് ഈ പറയുന്ന പാകിസ്ഥാനോടൊപ്പം നിന്ന് പോകാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഇത്തരത്തിൽ കൊള്ള ചെയ്യുന്ന ഒരു രാജ്യം സ്വതന്ത്രമായിട്ട് നിന്നാൽ അത്രയെങ്കിലും ഗുണഫലം ഉണ്ടാകും അവർക്ക് ഈ ധാതു നിക്ഷേപം ഉപയോഗപ്പെടുത്താം, അത് കയറ്റുമതി ചെയ്യുക, അവിടെ വികസനം കൊണ്ടുവരിക, അവിടുത്തെ ജനങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയും. അങ്ങനെ ഒരു പ്രൊവിൻസാണത്. ആ മേഖലയിൽ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ബംഗ്ലാദേശ് സ്വതന്ത്രമായതോടുകൂടി, ഈസ്റ്റ് പാകിസ്ഥാൻ ബംഗ്ലാദേശായി മാറുന്നതോടുകൂടി ബലൂചിസ്ഥാനിലും ഈ സ്വാതന്ത്ര്യമോഹങ്ങൾ ഉയരുകയാണ്. അതായത് പാകിസ്ഥാൻ്റെ എല്ലാ കാലത്തും അവഗണന നേരിടുന്ന പ്രധാനപ്പെട്ട 2 പ്രൊവിൻസുകളിൽ ഒന്നാണ് ബലൂചിസ്ഥാൻ, മറ്റൊന്ന് സിന്ധാണ്. ഈ 2 മേഖലകളിലും സെപ്പറേറ്റിസം മുളപൊട്ടിയിട്ട് കാലം കുറേയായി. എങ്കിലും ബലൂചിസ്ഥാനിലാണ് ഇത് കൂടുതൽ. ബലൂചിസ്ഥാൻ സ്വതന്ത്രമായാൽ തൊട്ടു പിന്നാലെ സിന്ധും സ്വതന്ത്രമാകും. സിന്ധ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള ഒരു മേഖലയും കൂടിയാണ് സിന്ധ്. ഹിന്ദുക്കൾ ഇന്ത്യയുമായി ചേർന്ന് നിൽക്കുന്ന മനുഷ്യരുമൊക്കെ ഉള്ള സ്ഥലമാണ് സിന്ധ്. പക്ഷേ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൺസർവേറ്റീവ് റിലീജിയൻ്റെ ആൾക്കാരുമുണ്ട് അതിനകത്ത് എന്നുള്ളതാണ്. സുന്നി മേഖല തന്നെയാണെങ്കിലും ഷിയയുണ്ട്. ഇറാനുമായിട്ട് ചേർന്ന് കിടക്കുന്ന മേഖലകളിലും ഒരിടത്ത് ഷിയയുണ്ട്. എങ്കിലും അവർക്ക് സ്വതന്ത്രമായി നിൽക്കാനാണ് അവരാഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനുമായി നിരന്തരം കലഹിക്കുന്നത്. ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന പോരാട്ട സംഘടന, അവരുടെ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന സംഘടന പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട്. യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യക്ഷത്തിലല്ല, സൈന്യവുമായി ഏറ്റുമുട്ടാറുണ്ട്. പാകിസ്ഥാൻ്റെ സൈന്യമായിട്ട് അവർ ഇടയ്ക്ക് ഒരു ട്രെയിൻ തട്ടിക്കൊണ്ടുപോവുകയും ആൾക്കാരെ ബന്ദികളാക്കുകയും ചെയ്തു. പക്ഷേ പാകിസ്ഥാൻ തിരിച്ചടിച്ചു. 1970 ഇവരുടെ പ്രക്ഷോഭത്തിനെ അടിച്ചമർത്തിയതുപോലെ ഈ തീവണ്ടി തട്ടിക്കൊണ്ടുപോയതിന് 25ഓളം പേരാണ് അന്ന് മരിച്ചത്. ഇവർ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തും, പോരാട്ടം ഏറ്റുമുട്ടലുണ്ടായി, കൊലപ്പെടുത്തി ചിലർ 21 സാധാരണക്കാരും 4 പോലീസ് ഉദ്യോഗസ്ഥരുമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത്രയും പേരാണ് കൊല്ലപ്പെട്ടതെന്ന്. ഈ മേഖലയിൽ നടക്കുന്ന ഈ നിരന്തരമായ പ്രശ്നത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇന്ത്യക്ക് ഒരു തരത്തിൽ അതിനെ ഒരു രാജ്യത്തെ വിഘടനവാദത്തിനെ ഇന്ത്യ അങ്ങനെ പിന്തുണയ്ക്കാറില്ല. പക്ഷേ പാകിസ്ഥാൻ ബലൂചിസ്ഥാനോട് ചെയ്യുന്ന അനീതിക്കെതിരെ ഇന്ത്യ ശബ്ദം ഉയർത്താറുണ്ട്. ഇങ്ങനെ ഇത് ശരിയല്ല എന്നുള്ളൊരു നിലപാട് ഇന്ത്യക്കുണ്ട്. കാരണം ഇന്ത്യ അങ്ങനെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇന്ത്യ അതിൽ സന്തോഷിക്കുന്ന രാജ്യമല്ല. പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇന്ത്യ ദുഃഖിതരമാണ്. കാരണം മുൻപുണ്ടായ പ്രശ്നങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഈസ്റ്റ് പാകിസ്ഥാൻ സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു. കാരണം അവരെ മൊത്തം അടിച്ചമർത്തി പാകിസ്ഥാൻ ഉള്ള തോന്നിവാസങ്ങൾ മുഴുവൻ ബംഗ്ലാദേശിൽ കാണിച്ചു. അങ്ങനെയാണ് ഇന്ത്യ ഇടപെടുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 1971 യുദ്ധം ഉണ്ടാകുന്നു, ബംഗ്ലാദേശ് സ്വതന്ത്രമാകുന്നു. ഈസ്റ്റ് പാകിസ്ഥാൻ ബംഗ്ലാദേശായി സ്വതന്ത്ര രാജ്യമായിട്ട് മാറുന്നു. അന്ന് പാകിസ്ഥാൻ ഇന്ത്യയോട് വലിയ വിരോധം തുടങ്ങുന്നത് അങ്ങനെയാണ്.
അതുകൊണ്ടാണ് ഇവർ കാശ്മീർ മേഖലയിൽ തീവ്രവാദത്തിന് തുടക്കം കുറിക്കുന്നതും വിഘടനവാദത്തിന് തുടക്കം കുറിക്കുന്നതും അവിടെ ഹിന്ദു വംശഹത്യ ഉണ്ടാകുന്നു, കൂട്ടക്കൊല ഉണ്ടാകുന്നതും, പണ്ഡിറ്റുകൾ നാട് വിട്ടോടേണ്ടി വരുന്നതും, റലീവ് ഗലീവ് ചലീവ് എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങളൊക്കെ കാശ്മീരിൽ ഉയർത്തപ്പെടുന്നതും, ഹിന്ദുക്കൾ വംശഹത്യ ചെയ്യപ്പെടുന്നതും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നു, അവിടെ തീവ്രവാദം ആരംഭിക്കുന്നു. ഇന്ത്യ അതിനെ ഇപ്പോൾ ക്ലീനായി മാനേജ് ചെയ്യുന്നു. എന്നാൽ പാകിസ്ഥാനകത്ത് ഈ പറയുന്ന ബലൂചിസ്ഥാൻ മറ്റൊരു ഇഷ്യൂ ആയി ഉയർന്നു വരികയും അവർ നിരന്തരമായി സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ വിചാരിക്കുന്നത് ഇന്ത്യയുടെ കൈ അതിലുണ്ട് എന്നാണ്. പക്ഷേ ഇനി ഇന്ത്യക്ക് നേരെ കളിക്കുകയാണെങ്കിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ സഹായിച്ചതുപോലെ ബലൂചിസ്ഥാനെയും സഹായിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യൻ ആർമി ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഇന്ത്യൻ ആർമിയുടെ ഒരുപാട് സഹായങ്ങൾ ബലൂചിസ്ഥാന് കിട്ടുന്നുണ്ട്. ഇല്ല എങ്കിൽ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് പാകിസ്ഥാനെ നേരിടാനൊന്നും ഇവർക്ക് കഴിയില്ല. പണ്ടുള്ള ഈ ബലൂചിസ്ഥാന്റെ ഈ സുരക്ഷാ കവചങ്ങൾ തന്നെ പരിശോധിച്ചാൽ അവർക്ക് ഒരിക്കലും പാകിസ്ഥാനോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ വഴി, കാരണം അഫ്ഗാനും ഇന്ത്യയും തമ്മിൽ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്, അഫ്ഗാനിസ്ഥാൻ വഴി ബലൂചിസ്ഥാനിലേക്ക് ഇന്ത്യൻ ആർമി സാധനങ്ങൾ കൈമാറുന്നു എന്നൊക്കെയുള്ള ചില സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്. അത് എത്രത്തോളം അടിസ്ഥാനമുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ അങ്ങനത്തെ ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണോ? വിശ്വസിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ആ സഹായങ്ങളൊന്നും ഇന്ത്യ ചെയ്യുന്നത് ഇന്ത്യ അങ്ങനെ നേരിട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല. ഇന്ത്യ അങ്ങനെ നേരിട്ട് ചെയ്യാൻ. പക്ഷേ ഇതിനകത്തൊരു വലിയ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നാഷണൽ ഇൻറ്റഗ്രിറ്റി, അതായത് പാകിസ്ഥാൻ്റെ നാഷണൽ ഇൻറ്റഗ്രിറ്റിയെ ബാധിച്ചാൽ അവർ ആണവായുധം പ്രയോഗിക്കുമെന്ന് മുമ്പൊരു തിട്ടൂര് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ പറഞ്ഞ് അതൊക്കെ 4 മടക്കി കയ്യിൽ വെച്ചിരുന്നാൽ മതി, അന്ന് ഇങ്ങോട്ട് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ത്യൻ ആർമി രാജസ്ഥാൻ്റെ ആ മേഖല അറിയാമല്ലോ, ഇങ്ങനെ മാപ്പിൽ കാണുന്ന ഉയർന്നു നിൽക്കുന്ന ആ പ്രദേശം, അവിടെ നിന്ന് ഇന്ത്യൻ സൈന്യത്തിനെ മുന്നോട്ട് അയച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ 3 കഷ്ടമാകും. 3 കഷ്ടമാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലൂചിസ്ഥാൻ, ഈ പറയുന്ന പഞ്ചാബ് പാകിസ്ഥാൻ, അതായത് ഇപ്പോഴത്തെ ഇസ്ലാമാബാദ് ഇരിക്കുന്ന പാകിസ്ഥാൻ, സിന്ധ് സ്വതന്ത്രമാവും, ബലൂചിസ്ഥാൻ സ്വതന്ത്രം. 3 കഷ്ടമാക്കി മാറ്റും. അതുകൊണ്ട് പാകിസ്ഥാൻ ഉത്തമ ബോധ്യമുണ്ട് ഈ പറയുന്ന ഇനി ഇന്ത്യയോട് മുട്ടരുത് എന്നുള്ളത്. കാരണം ഈ നമുക്കറിയാം ഇന്ത്യ ബലാക്കോട്ട് അറ്റാക്ക് ചെയ്തു, നമ്മുടെ സർജിക്കൽ സ്ട്രൈക്കിൻ്റെ ഭാഗമായിട്ട്. അന്ന് നമ്മുടെ പൈലറ്റിനെ, എയർഫോഴ്സ് പൈലറ്റ് ഇവർ പിടിച്ചു വയ്ക്കുന്നു. അപ്പോൾ ഇന്ത്യ അടുത്ത നീക്കം പിടിച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ ഇന്ത്യ അടുത്ത നീക്കത്തിനുള്ള തയ്യാറെടുപ്പില്ല. അജിത് ദോവല ഇവിടെ ഉള്ളത്, അജിത് ദോവലും അമിത്ഷായും കൂടെ ചേർന്നാൽ പിന്നെ പാകിസ്ഥാൻ ഒരു രക്ഷയും ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. അന്ന് പാകിസ്ഥാനോട് ഇന്ത്യ ഒന്നും പറഞ്ഞില്ല, ചെയ്യാൻ തുടങ്ങി ചില കാര്യങ്ങൾ. അന്ന് അവരുടെ സൈനിക ഉപദേഷ്ടാവും ആർമി ചീഫും ചെന്നിട്ട് പ്രസിഡൻറ്റിനോട് ചെന്നിട്ട് പറഞ്ഞത്, ദയവ് ചെയ്ത് അദ്ദേഹത്തെ വിട്ടയക്കൂ, ഇല്ലെങ്കിൽ ഇന്ത്യ മിണ്ടാതിരിക്കില്ല. ഭയന്ന് വിറച്ചു പാകിസ്ഥാൻ. കാരണം അതാണ് ഇന്ത്യ എടുക്കുന്ന നിലപാട്. ഇനി ഒരു തരത്തിലും ഇന്ത്യയുടെ ഏതെങ്കിലും സമാധാന കാര്യത്തിന് മേൽ പാകിസ്ഥാൻ കയറിയാൽ, പാകിസ്ഥാൻ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വിഘടനവാദ പ്രവർത്തനമോ തീവ്രവാദ പ്രവർത്തനം ഇന്ത്യയിലേക്ക് നടത്തിയാൽ പാകിസ്ഥാൻ ടച്ചിട്ട് ഇന്ത്യ 2ആയിട്ട് അങ്ങ് കീറും. മുംബൈ അറ്റാക്ക് നടന്നപ്പോൾ ഇന്ത്യ മിണ്ടാതിരുന്ന ഒരു രാജ്യമാണ്. അന്നത്തെ ഭരണകൂടം അല്ല ഇന്നുള്ള. ഇന്ന് നരേന്ദ്രമോദി ഭരിക്കുന്ന പുതിയ ഇന്ത്യയാണ്. ഇത് ഇങ്ങോട്ട് അടിക്കുന്നതിന് മുമ്പ് അവിടെ വീട്ടിൽ കയറി അടിക്കും. അതാണ് ഇന്ത്യയുടെ സ്വഭാവം ഇന്നത്തെ. ഒരിക്കലും വിട്ടുകൊടുക്കുമെന്ന് എനിക്ക് അതുകൊണ്ട് അങ്ങനെ തോന്നുന്നേയില്ല. അതാണ് ബലൂചിസ്ഥാൻ്റെ കാര്യത്തിലും ഇന്ത്യ എടുക്കുന്ന നിലപാട്.